നമ്മൾക്ക് ഈ നെക്കിന്റെ ഒരു സ്ട്രെയിൻ വരുമ്പോൾ നമ്മൾ ഏത് സമയത്തും ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്യുക. അതായത് നമ്മുടെ വലത് കൈ വെച്ചിട്ട് ഈ ഇടത് ഷോൾഡറിനെ നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് എക്സെയിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇൻഹെയിൽ ചെയ്തിട്ട് നന്നായിട്ട് റിലാക്സ് ചെയ്യുക. ഇത് നമ്മൾ എപ്പോഴും, അതായത് നിങ്ങളുടെ വർക്കിന്റെ സമയത്താണെങ്കിലും ഒക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മൾ മറന്നുപോയത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഈ ഒരു സൈഡിലും നമ്മൾ അതുപോലെ തന്നെ സ്ക്വീസ് ചെയ്യുക. സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇൻഹെയിൽ ചെയ്യുക. നേരെ ഒരു റിവേഴ്സിങ് ഇതാണ്. അപ്പൊ നമ്മൾക്ക് ഓട്ടോമാറ്റിക് ടെൻഡൻസി എന്താ, നമ്മളിങ്ങനെ എനിക്ക് അറിയാതെ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ സ്ക്വീസ് ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു മസിൽ മെമ്മറിയാണ് കിട്ടുന്നത്. അപ്പൊ മസിൽസിനെ കോൺട്രാക്ട് ചെയ്ത് റിലാക്സ് ആവാനും മസിൽ പഠിക്കും. അതായത് യൂഷ്വലി എന്താ പറ്റുക വെച്ചാൽ നിങ്ങളുടെ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള സ്ട്രെയിൻഡ് ആയിരിക്കും നിങ്ങളുടെ ഷോൾഡർ മസിൽസ്. അപ്പൊ ഇത് റിലാക്സ് ആവാൻ മറന്നു പോവാണ്. നിങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ ഇതിനകത്ത് ടൈറ്റ് ആവണം, കണ്ടോ? അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്ത് ബോഡി പഠിപ്പിച്ചു കൊടുക്കണം. ദിസ് ഇസ് ദ വേ യു ഷുഡ് റെസ്പോണ്ട് ടു മീ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴാണ് ആ കോൺട്രാക്ഷൻ റിലാക്സേഷൻ ഇതെല്ലാം 1 hour മസ്റ്റ് ആയിട്ട് ചെയ്യണം.